SIR 2026 അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ 2026 അന്തിമ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പേര് ഈ ഒരു പട്ടികയിലുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ പേര്, നമുക്ക് വേണ്ടപ്പെട്ട മറ്റാരുടെയെങ്കിലും പേര് ഈ ഒരു പട്ടികയിലുണ്ടോ എന്നുള്ളത് നമുക്ക് ഫോൺ വഴി തന്നെ വളരെ ലളിതമായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഈ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുക. ഇനി അതിന് മുമ്പേ ഒരു പുതുതായിട്ട് വോട്ട് ചേർക്കൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ നിയമസഭാ ഇലക്ഷൻ വളരെ അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ നമ്മുടെ പേര് ഇതിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻ ഉണ്ട്, വളരെ പെട്ടെന്ന് അത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ നമ്മുടെ വോട്ടേഴ്സ് ID നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും പുതിയ വോട്ടേഴ്സ് ID നമ്പർ ഉപയോഗിച്ചിട്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് ചിലപ്പോൾ പഴയ വോട്ടേഴ്സ് ID നമ്പർ ആയിരിക്കും, ചിലപ്പോൾ ഇപ്പോൾ നിലവിൽ പ്രാബല്യത്തിലുണ്ടാവുന്നത് ആ ഒരു വോട്ടർ ID നമ്പർ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ എന്യൂമറേഷൻ ഫോമിൻ്റെ ഏറ്റവും മുകളിൽ ഇടതുഭാഗത്ത് എപ്പിക് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടാവും. അതാണ് നിങ്ങളുടെ വോട്ടർ ID കാർഡ്, ഏറ്റവും പുതിയ വോട്ടർ ID കാർഡ് നമ്പർ. ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വേണം voters.eci.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് സെർച്ച് ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെ സെർച്ച് ചെയ്യാമെന്നുള്ളത് കാണിക്കാം. പിന്നെ മറ്റൊരു മാർഗ്ഗമുള്ളത്, നിങ്ങളുടെ ബൂത്തിലെ എല്ലാവരുടെയും പേര് ഉൾക്കൊള്ളുന്ന വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കാം. ഇത് രണ്ടും പ്രത്യക്ഷത്തിൽ ഒരു മീനിങ് തന്നെയാണ്. ഈ നിങ്ങളുടെ നമ്പർ നേരിട്ട് സെർച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വോട്ടർ പട്ടികയിലുള്ള ആളാണ് എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബൂത്തിൽ എല്ലാവരുടെയും പേര് കാണണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കേണ്ടതുള്ളൂ. അതായത് നിങ്ങളുടെ സ്റ്റേറ്റും ജില്ലയും മണ്ഡലവും ബൂത്തും സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. ആ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മിക്കവാറും ഒരു 750 മുതൽ 900 വരെയൊക്കെ ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു ബൂത്തായിരിക്കും. അതിൽ നിന്ന് നിങ്ങളുടെ പേര് നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടു നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ID കാർഡ് നമ്പർ വെച്ചും സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ പേജ് ഇങ്ങനെ ഫുള്ള് നോക്കുമ്പോഴാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ECI നെറ്റ് എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് voters.eci.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടും സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് സെർച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. പേര് പട്ടികയിലുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ voters.eci.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് കാണാം സെർച്ച് യുവർ നെയിം ഇൻ വോട്ടേഴ്സ് ലിസ്റ്റ്. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമുക്കിവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യാം. മലയാളമാണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം. അവിടെ നമ്മുടെ ID കാർഡ് നമ്പർ, നമ്മൾ ഏറ്റവും പുതിയ ID കാർഡ് നമ്പർ വേണം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നമ്മുടെ സംസ്ഥാനം ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ഈ ഒരു ക്യാപ്ച കോഡും കൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തു. അപ്പോൾ എൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതുണ്ടോ, എൻ്റെ ഫാദറിൻ്റെ പേരും. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ എപ്പിക് നമ്പറും എൻ്റെ പേര്, വയസ്സ്, റിലേറ്റീവിൻ്റെ പേര്, സ്റ്റേറ്റ്, ജില്ല, അസംബ്ലി, ബൂത്ത് പാർട്ട്, ബൂത്ത് നെയിം, ആ ബൂത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ എത്രാമത്തെ ക്രമ നമ്പറാണ് എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ എൻ്റേത് മാത്രമായിട്ട് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്കിവിടെ ആരത് വേണമെങ്കിലും അവരുടെ നമ്പർ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്താൽ അവരുടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ബൂത്തിലെ എല്ലാവരുടെയും ലിസ്റ്റ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനാണ്. അത് ഡൗൺലോഡ് ഇലക്ടറൽ റോൾ എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് നേരത്തെ സെലക്ട് ചെയ്തതുപോലെ തന്നെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ SIRൻ്റെ റിവിഷൻ ഇവിടെ കാണും. അപ്പോൾ ഇവിടെ 2026 തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ ഫൈനൽ റോള് അതുപോലെ തന്നെ വേറൊന്നും ചെയ്യേണ്ട. പിന്നെ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ വള്ളിക്കുന്നിലാണ്, ഞാൻ വള്ളിക്കുന്ന് സെലക്ട് ചെയ്തു.
ലാംഗ്വേജ് ഇവിടെ ഇതിൽ മലയാളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് ഒരു സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതിനുശേഷം ക്യാപ്ച ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേസമയം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഈ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മണ്ഡലത്തിലുള്ള ഓരോ ബൂത്തുകളുടെയും പേര് ഇവിടെ 10 പേര് വീതം ഇവിടെ കാണാം, ഷോ ചെയ്യും. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഈ പട്ടണത്തിൽ ഇല്ലാത്തതാണ് നിങ്ങളുടെ എങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് സെർച്ചിൻ്റെ അത് കൊടുത്താൽ മതി. എന്നിട്ട് അതിനുശേഷം ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ AMLPS എന്നുള്ളതാണ് എടുക്കുന്നത്, എനിക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ക്യാപ്ചൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് സെലക്റ്റഡ് PDF എന്ന് കൊടുക്കുക. അപ്പം ഇതിപ്പോൾ ക്യാപ്ച ഇൻവാലിഡ് ആയതുകൊണ്ടാണ്. ക്യാപ്ച കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചില ക്യാപ്ച നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താലും അങ്ങനെ വരും. അങ്ങനെ വരികയാണെങ്കിൽ റീക്യാപ്ച കൊടുക്കുക. അവിടെ 8AEJBR ഇനി ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്രോഗ്രസ് കാണിക്കും. ഇപ്പോൾ ഡൗൺലോഡായി. ഇതാണ് വോട്ടർ പട്ടിക വള്ളിക്കുന്ന് മണ്ഡലത്തിൽ. അപ്പോൾ ഇതിലിവിടെ ഇങ്ങനെ താഴെ ബൂത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കുക. ഇതിപ്പം ഓരോരുത്തരുടെ വ്യക്തികളുടെ ഇതിൽ പബ്ലിക്കായിട്ട് കാണിക്കാൻ പാടില്ല ആസ് പെർ ഗൈഡ് ലൈൻസ്. അതുകൊണ്ട് ഞാനിവിടെ കാണിക്കുന്നില്ല.